ഇതുപോലുള്ള സ്കെച്ചും പെൻസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പിള്ളേര് ചെറിയ പിള്ളേരുള്ള ആളുകൾക്കൊക്കെ അറിയാൻ മതി ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. നമ്മളെ വീടിന്റെ ചുമരുകളിലൊക്കെ വരച്ചിട്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോ നോക്കിയാൽ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പെൻസിൽ വെച്ച് എഴുതിയ ഭാഗങ്ങളും പെന്ന് വെച്ച് എഴുതിയ ഭാഗങ്ങളും ചുമരൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് മായ്ച്ചെടുക്കാന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആണെന്നുള്ളത് നോക്കണ്ടേ ഗായ്സ്? പൊന്നെ ഈ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗായ്സ്. പൊട്ടിച്ചു നോക്കി. കമോൺ. ആമസോണിൽ നിന്നാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്. റേറ്റ് ഞാൻ താഴെ കൊടുക്കാം. ഈ രണ്ട് ഐറ്റമാണ് വന്നിട്ടുള്ളത്. ഇതൊരു ടോപ്പ് പോലുള്ള ഐറ്റം. റോളർ ബ്രഷോ YBL പെയിന്റ്. ബാക്കിയൊക്കെ ചൈനയിലായതുകൊണ്ട് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സാധനം ഇതിനകത്ത് കുടിക്കിട്ട് ഈ ടോപ്പ് ഊരി ഇതിനകത്ത് കയറ്റിയതിന് ശേഷം അവന്മാരതിൽ കാണിക്കുന്ന സെയിം തന്നെയാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ക്രയോണും പെൻസിലും കൊണ്ട് എഴുതിയ ഭാഗങ്ങളൊക്കെ നമുക്ക് മായ്ച്ചെടുക്കാന്ന് പറയുന്നത്. ഇതിന്റെ കളർ കണ്ട് വൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കമാൺ. അന്ന് തന്നെ കുറച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കും. ഇത് പെൻസില് കളറിന്റെ സ്കെച്ച് കൊണ്ട് ഇട്ടത് ക്രയോൺ കൊണ്ട് വരച്ചതാണ്. നമ്മൾ പെന്നുകൊണ്ടാണ് ചുമരിൽ വരച്ചേക്കുന്നത്. അപ്പോൾ വൈറ്റ് ഏരിയയിലാണ് നമ്മൾ ഇത് വരച്ച് വെച്ചേക്കുന്നത്. വൈറ്റ് ആണ് കളറ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇതിൽ വരച്ച് നോക്കാം ഇതിൽ വരുന്നുണ്ടോ. വൈറ്റ് പെയിന്റ് തന്നെ കേട്ടോ. അത് നമുക്ക് യെസ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേസ്റ്റ് ഇതിലോട്ട് ഇറങ്ങും. ഇതിലോട്ട് ഇറങ്ങും. ഈ ഗ്യാപ്പിലൂടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഇപ്പം തന്നെ കുറച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഇവിടെ പേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഇവിടെ നമ്മൾ ബ്രഷ് കൊണ്ട് നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ അടിക്കാന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ പെന്നാണ് ചെയ്യാൻ പോകുന്നത്. പെൻ. സുഹൃത്തുക്കളെ, ഇത് വിജയകരമായിട്ട് പോകുന്നുണ്ട്. നമ്മൾ പെന്നോണ്ട് എഴുതിയൊക്കെ പോയി കേട്ടോ. ക്രയോൺ എഴുതി തന്നെ ആദ്യം മായ്ച്ചു നോക്കാം. പെൻസിൽ നോക്കാം. പെൻസിൽ അടുത്തത് സ്കെച്ച്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കുറച്ചു നേരം വെക്കേണ്ടി വരും. ഇത് കവറാക്കിയിട്ടാണ് ഉണങ്ങേണ്ടി വരും. നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച പോലെ തന്നെയാണ് സംഭവം. ഇതൊന്ന് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഉണങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാ അത് വരുന്നത് നോക്കാം. ഗായ്സ്, അപ്പം നമ്മളിത് ഈ മുതലിനെ നമ്മൾ അടിച്ചു വെച്ചതാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ഒക്കെ ആയിട്ടുണ്ടാവും. നല്ലോണം ഉണങ്ങി വന്നിട്ടോ. അരമണിക്കൂറൊന്നും വേണ്ടി വന്നില്ല, അപ്പോഴേക്ക് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. സൂപ്പറായിട്ട് എല്ലാം പോയി കേട്ടോ. നമ്മൾ പെന്നോണ്ട് അടിച്ചതും നമ്മൾ ഈ സ്കെച്ച് കളർ കൊണ്ട് അടിച്ചതും ക്രയോൺ കൊണ്ടൊക്കെ വരച്ചതൊക്കെ എല്ലാം പോയി. ഇത് ശരിക്കും നമ്മളെ റോളർ ബ്രഷ് ഇല്ലേ പെയിന്റ് അടിക്കുന്നത്, ആ സെയിം ടെക്നിക്കാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സാധനം കറക്റ്റായിട്ട് ഇതിലോട്ട് വരും കണ്ടോ. ഇതിലോട്ട് ഇങ്ങനെ വരും. പിന്നെ ഇത് സ്ക്രോൾ ആവുന്ന അനുസരിച്ചിട്ട് ഇതിങ്ങനെ വരുന്നതാണ് കണ്ടോ. വരുന്നുണ്ടോ? ജസ്റ്റ് എടുക്കുക, അടിക്കുക. ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്നത് പെയിന്റ് എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ ഇത് സാധാരണ ഒരു പെയിന്റ് അല്ല. പിന്നെ ഇതിന് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് അത്രേ ഉള്ളൂ. ഇത് നോക്ക്. ഇതിന്റെ മേളിൽ ഫുള്ള് ചൈനയിലാണ് എഴുതിയേക്കുന്നത്. നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. ജസ്റ്റ് എടുക്കുക, വരയ്ക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പരിപാടി. പിന്നെ ചെയ്ത ടെസ്റ്റിങ് ഏതായാലും ഓക്കെയാണ്, സെറ്റപ്പാണ്, സൂപ്പറാണ്.